എഞ്ചിന് സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന എഞ്ചിൻ ഓയിലിന്റെ പ്രഷർ കുറയുന്നതാണ് ഈ വാർണിംഗ് ലൈറ്റ് തെളിയുന്നതിന് കാരണം. ഇത് കണ്ടിന്യൂസ് ആയി കത്തി നിൽക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് എഞ്ചിനുള്ളിലെ ഭാഗങ്ങൾക്ക് ലൂബ്രിക്കേഷൻ കിട്ടാതെ വളരെ പെട്ടെന്ന് തന്നെ എഞ്ചിൻ ഡാമേജ് ആവുന്നതിന് കാരണമാകും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലോ പ്രഷർ വാർണിംഗ് ലൈറ്റ് തെളിയുന്നതെന്ന് നോക്കാം. എഞ്ചിൻ ഓയിലിന്റെ അളവ് കുറയുന്നത്. എഞ്ചിൻ ഓയിലിന്റെ അളവ് കുറയുന്നത് എഞ്ചിനുള്ളിൽ കൃത്യമായി സർക്കുലേറ്റ് ആവുന്നതിന് ആവശ്യമുള്ള എഞ്ചിൻ ഓയിൽ ഇല്ലാതെ വരികയും അതുകൊണ്ട് തന്നെ ഓയിൽ പമ്പിന് ആവശ്യമായ പ്രഷർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. ഇത് എഞ്ചിൻ ഓയിലിന്റെ പ്രഷർ കുറയുന്നതിന് കാരണമാകും. എഞ്ചിൻ ഓയിലിന്റെ ഗ്രേഡ് മാറി വേറെ ഗ്രേഡ് ഓയിൽ ഉപയോഗിക്കുന്നത്. കാർ മാനുഫാക്ചേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ ഗ്രേഡ് ഉപയോഗിക്കാതെ മറ്റ് ഗ്രേഡുള്ള ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ എഞ്ചിന് ആവശ്യമുള്ള വിസ്കോസിറ്റിയേക്കാൾ കുറഞ്ഞ വിസ്കോസിറ്റി ഉള്ള എഞ്ചിൻ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എഞ്ചിനിൽ കൂടിയുള്ള ഓയിലിന്റെ ഫ്ലോ സ്മൂത്ത് ആവാതിരിക്കുന്നതിനും ഇത് ഓയിൽ പ്രഷർ കുറയുന്നതിനും കാരണമാകും. ഓയിൽ ഫിൽട്ടർ ഡാമേജ് ആവുന്നത്. ഓയിലിലുള്ള അഴുക്കുകളെല്ലാം കലക്ട് ചെയ്യുന്ന ഓയിൽ ഫിൽട്ടർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എഞ്ചിനിലൂടെയുള്ള ഓയിലിന്റെ ഫ്ലോ കുറയുകയും ഇത് എഞ്ചിൻ ഓയിലിന്റെ പ്രഷർ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. എഞ്ചിൻ ഓയിൽ കൃത്യമായ ഇടവേളകളിൽ മാറാതിരിക്കുന്നത്. വാഹന നിർമ്മാതാക്കൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഇടവേളകളിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് ഓയിലിന്റെ ഗുണം നഷ്ടപ്പെടുന്നതിനും എഞ്ചിനിലൂടെയുള്ള ഓയിലിന്റെ ഫ്ലോയും ബാധിക്കാം. ഓയിൽ പമ്പ് ഡാമേജ് ആവുന്നത്. ഓയിൽ പമ്പാണ് എഞ്ചിൻ ഓയിലിനെ എഞ്ചിന്റെ താഴെ സമ്പിൽ നിന്ന് എഞ്ചിന്റെ പല ഭാഗങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഓയിൽ പമ്പ് ഡാമേജ് ആവുന്നത് ആവശ്യമുള്ള അളവിൽ എഞ്ചിൻ ഓയിൽ എഞ്ചിന്റെ പല ഭാഗത്തേക്ക് എത്താതെ വരികയും ഇത് ഓയിൽ പ്രഷർ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. കൃത്യമായ ഇടവേളകളിൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുകയും റീഫില്ല് ചെയ്യുകയും ചേഞ്ച് ചെയ്യാനും ശ്രദ്ധിക്കുക.